നമസ്കാരം സർ. ISRO ഒരു സുപ്രധാന നേട്ടം കൈവരിച്ചിരിക്കുന്നു. സെമി ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിക്കുന്നതിലാണ് ആ നേട്ടം. ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇക്കഴിഞ്ഞ ദിവസം ISRO അതീവ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മഹത്തായ നേട്ടം കൈവരിച്ചു. അതായത് ഇന്ത്യയുടെ സെമി ക്രയോജനിക് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചു. സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുമ്പോൾ പവർ ഹെഡ് ടെസ്റ്റ് ആർട്ടിക്കിൾ എന്ന രീതിയിലുള്ള ഒരു പരീക്ഷണമാണ് നടത്തിയത്. അതായത് എഞ്ചിന്റെ ത്രസ്റ്റ് ചേംബർ എന്ന് പറയുന്ന ഒരു ഭാഗം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളുടെയും പരീക്ഷണമാണ്. അതിനാണ് ഈ പവർ ഹെഡ് ടെസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അത് തന്നെ ഈ പരീക്ഷണത്തിന് പറയുന്ന ഒരു പേര് ഹോട്ട് ബെഡ് ടെസ്റ്റ് എന്നാണ്. അതായത് യഥാതഥമായ റിയാലിറ്റിയിൽ നടത്തുന്ന ഒരു ടെസ്റ്റാണ്. അങ്ങനെയുള്ള ഒരു ടെസ്റ്റ് വിജയകരമായി പൂർത്തീകരിച്ചു. ഇതിന്റെ പ്രാധാന്യം, ഇത് ഈ സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് ഇന്ത്യയുടെ ലോഞ്ച് വെഹിക്കിൾസിന്, അതായത് വിക്ഷേപണ വാഹനങ്ങൾക്ക് 5 ടണ്ണോ അതിലധികമോ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് GTO അല്ലെങ്കിൽ ജിയോ സിങ്ക്രോണസ് ഓർബിറ്റ് ഇവിടെ വിക്ഷേപിക്കാൻ പറ്റും. അതായത് ഈ അടുത്ത കാലം വരെ ഇന്ത്യ ഭാരമേറിയ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കാൻ ഇപ്പോഴും ആശ്രയിക്കുന്നത് സ്പേസ് എക്സിനെയും അതുപോലെ യൂറോപ്യൻ യൂണിയനെയുമാണ്. ഇനി ഈ പരീക്ഷണങ്ങൾ വിജയകരമായി അതിൻ്റെ പരിസമാപ്തിയിലെത്തി സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ലോഞ്ച് വെഹിക്കിൾ നിർമ്മിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരിക്കലും ഒരു തരത്തിലുമുള്ള ഉപഗ്രഹ വിക്ഷേപണത്തിന് വേണ്ടി വിദേശ വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല എന്നുള്ളത് വളരെ വലിയ നേട്ടമാണ്. ശരിക്കു പറഞ്ഞാൽ അതോടുകൂടി ഇന്ത്യ സ്പേസിൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒപ്പമാവും, സമശീർഷമാവും. ഈ സെമി ക്രയോജനിക് എഞ്ചിൻ എന്നുള്ള ഒരു പേര് ഒരുപക്ഷെ ഇന്ത്യയിലല്ലാതെ പുറത്ത് ഉപയോഗത്തിലില്ലായിരിക്കും. അതുകൊണ്ട് പലരും ഇപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ സെമി ക്രയോജനിക് എഞ്ചിൻ എന്നുള്ള ഒരു പേര് നമുക്ക് കിട്ടാനിടയില്ല. കാരണം വിദേശങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന വാക്ക് ഇത്തരം എഞ്ചിനുകളെ വിശേഷിപ്പിക്കുന്നത് കെറോസിൻ ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിൻ എന്നാണ്. എന്താണ് ഈ എഞ്ചിന്റെ പ്രത്യേകതകൾ? ഞാൻ ആദ്യം പറഞ്ഞു ഇത് കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുള്ള എഞ്ചിനുകളാണെന്ന്. അത് മാത്രമല്ല, ഈ എഞ്ചിനുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നത് പ്യൂരിഫൈഡ് കെറോസിൻ, അതുപോലെ ലിക്വിഡ് ഓക്സിജൻ. പ്യൂരിഫൈഡ് കെറോസിൻ, ലിക്വിഡ് ഓക്സിജൻ, അതുകൊണ്ട് ഈ ലിക്വിഡ് ഓക്സിജനും ഉള്ളത് കൊണ്ടാണ് ഇതിന് സെമി ക്രയോജനിക് എന്നുള്ള ഒരു പേര് വരുന്നത്. അത് ക്രയോജനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ, വളരെ തണുപ്പ് ഉള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിക്കാണ് ക്രയോജനിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഓക്സിഡൈസറായ ഓക്സിജനെ വളരെ ചെറിയ ഒരു ടെമ്പറേച്ചറിലേക്ക് താഴ്ത്തിക്കൊണ്ടുവന്ന് അതിനെ ലിക്വിഡ് ആക്കുന്ന ഒരു പ്രക്രിയ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതിന് സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് നമ്മൾ പറയുന്നത്. ഈ പരീക്ഷണം ഇന്ത്യ വളരെ വർഷങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ പിന്തുടരുന്നുണ്ട്. പക്ഷേ അത് പുരോഗതിയിലേക്ക് വരാൻ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ടെസ്റ്റ് ഫെസിലിറ്റിക്ക് വേണ്ടി ഇന്ത്യ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സമീപിച്ചിരുന്നത് റഷ്യയാണ്. റഷ്യ ആകട്ടെ അന്ന് ഈ ടെസ്റ്റ് ഫെസിലിറ്റി ഉള്ളത് യുക്രൈനിലാണ്. അങ്ങനെ യുക്രൈനിൽ കൊണ്ടുവച്ചിട്ടായിരുന്നു ഇതിന്റെ പരീക്ഷണങ്ങൾ നടത്തിയത്. ദൗർഭാഗ്യവശാൽ റഷ്യ യുക്രൈൻ യുദ്ധം വന്നതിന് ശേഷം പിന്നീട് ഈ പരീക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതായി. അങ്ങനെ തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിൽ ഇതൊരു ടെസ്റ്റ് ഫെസിലിറ്റി ഇന്ത്യ ഉണ്ടാക്കുകയും ഇപ്പോൾ പരീക്ഷണം നടന്നത് അവിടെ വെച്ചിട്ടാണ്. എന്തായാലും ഈ പരീക്ഷണത്തിന്റെ വിജയത്തെ തുടർന്ന് അടുത്തത് പൂർണ്ണമായിട്ടും സംയോജിപ്പിച്ച ത്രസ്റ്റ് ചേംബർ ഉൾപ്പെടെയുള്ള ഒരു പൂർണ്ണ തോതിലുള്ള ഒരു എഞ്ചിൻ തന്നെ പരീക്ഷണത്തിന് വിധേയമാക്കും. അങ്ങനെ വിധേയമാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ എഞ്ചിന്റെ പൂർണ്ണ രീതിയിലുള്ള എഞ്ചിൻ ഉണ്ടാക്കും. അതിനുശേഷം അത് ലോഞ്ച് വെഹിക്കിൾ ഘടിപ്പിക്കും. അങ്ങനെ പരീക്ഷണങ്ങൾ മുന്നോട്ട് പോകും. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു 3-4 കൊല്ലത്തിനുള്ളിൽ ഈ സെമി ക്രയോജനിക് എഞ്ചിൻ നിർമ്മാണം ഒരു യാഥാർത്ഥ്യമായി തീരുമെന്നുള്ളത്. ഇവിടെ പല ആൾക്കാരും, ഞാൻ ഒരു ചെറിയ വസ്തുതയും കൂടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു സമയ ദൗർലഭ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് സെമി ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം പലരുടെയും ചിന്ത, ഞാൻ ഈ അടുത്ത കാലത്ത്
അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ചാനലുകളിലൊക്കെ കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ സെമി ക്രയോജനിക് എന്ന് പറയുന്നത് പിന്നെ ക്രയോജനിക്കിന്റെ പകുതിയല്ല, ഭാഗികമായ ക്രയോജനിക് എഞ്ചിൻ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. സെമി ക്രയോജനിക് എഞ്ചിൻ എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് കെറോസിൻ, പ്യൂരിഫൈഡ് കെറോസിൻ ഉപയോഗിക്കുന്ന ഒരു പിന്നെ റോക്കറ്റ് എഞ്ചിനാണ്. അതാണ് അതിന്റെ യഥാർത്ഥ പേര് വിദേശത്ത്. നമ്മൾ ദൗർഭാഗ്യവശാൽ നമ്മൾ ഇന്ത്യയിൽ ഈ സെമി ക്രയോജനിക് എന്ന് പറയുമ്പോൾ അത് പല തെറ്റിദ്ധാരണകൾക്കും പലർക്കും ഇട കൊടുത്തു. അങ്ങനെ SCE-2000 എന്നാണ് ഈ എഞ്ചിന്റെ പേര്. ഇത് LVM-3 എന്ന് പറയുന്ന ഇന്ത്യയുടെ പിന്നെ ലോഞ്ച് വെഹിക്കിൾ, അതായത് പണ്ട് പിന്നെ GSLV MK-3 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിളിന്റെ ആദ്യ ഘട്ടത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നെ ഫസ്റ്റ് സ്റ്റേജ് 2 വികാസ് എഞ്ചിൻ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് ഈ പറയുന്ന സെമി ക്രയോജനിക്, അതായത് കെറോസിൻ ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിക്കും. പിന്നീട് ഏറ്റവും മുകളിലത്തെ ഭാഗം ക്രയോജനിക് തന്നെ ആയിരിക്കും. ഇന്ത്യ ക്രയോജനിക് എഞ്ചിൻ കുറച്ചുകൂടെ പിന്നെ കാര്യക്ഷമമാക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പരീക്ഷണങ്ങൾ തുടർന്ന്. ഈ എഞ്ചിന്റെ ഒരു ശേഷി എന്ന് പറയുന്നത്, ഇപ്പൊ സെമി ക്രയോജനിക്കിന്റെ ശേഷി എന്ന് പറയുന്നത് 2000 കിലോ ന്യൂട്ടൺ ആണ്. അങ്ങനെയുള്ള ഈ എഞ്ചിൻ ഉപയോഗിച്ച് തീർച്ചയായിട്ടും നമ്മൾ മറ്റെല്ലാ പിന്നെ വികസിത രാജ്യങ്ങളെയും പോലെ ഏറ്റവും ഭാരമുള്ള പിന്നെ ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഭ്രമണ പഥത്തിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. എന്തായാലും വരും ദിവസങ്ങളിൽ ISRO സ്പേസ് ഭരിക്കും എന്നുള്ളതിൽ നമുക്ക് ഒരു സംശയവും വേണ്ട. ഇതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ഡെവലപ്മെന്റ്സ്. സർ, ഈ പറഞ്ഞതുപോലെ ഒരു ക്രയോജനിക് എഞ്ചിന്റെയും സെമി ക്രയോജനിക് എഞ്ചിന്റെയും ഡിഫറൻസ് സാറ് പറയുണ്ടായി. ഇപ്പൊ സെമി ക്രയോജനിക് എഞ്ചിനിൽ ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് സാർ ഈ പറഞ്ഞ പോലെ ലിക്വിഡ് ഓക്സിജൻ, ദ്രാവക ഓക്സിജനും മണ്ണെണ്ണയും ചേർന്നാണ്. ഇത് എത്രത്തോളം നമ്മൾ ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്? തീർച്ചയായിട്ടും ലോകമെമ്പാടുമുള്ള സെമി ക്രയോജനിക് എഞ്ചിനുകളിലെല്ലാം തന്നെ ഈ പ്യൂരിഫൈഡ് കെറോസിനാണ് ഉപയോഗിക്കുന്നത്. ഇത് വലിയ ഒരു പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ടെക്നോളജി മാസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. കാരണം ഈ എഞ്ചിൻ പിന്നെ സ്റ്റേജ് 1 ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാനും പറഞ്ഞില്ലേ, അതായത് എത്ര ഭാരമുള്ള പിന്നെ ഉപഗ്രഹങ്ങൾ വേണമെങ്കിലും, അതായത് ഇപ്പോൾ നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന, അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് 5 ടൺ അതല്ലെങ്കിൽ അതിന് മേലെ, അതായത് 5-നും 6-നും ഇടയ്ക്ക് ടൺ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു ഭ്രമണ പഥത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശേഷിയുള്ള എഞ്ചിനാണ് ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്നത്. ഇനി ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താൻ നമുക്ക് പറ്റും. അതായത് ഇത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏതാണ്ട് 8 ടണ്ണോളം ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ഈ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്ന ഭൂസ്ഥിര ഭ്രമണ പഥത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. അതുകൂടാതെ നമ്മള് പിന്നെ ഈ ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്ന ഭൂമിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഓർബിറ്റ് ഉണ്ട്. അവിടെയാണ് ഇപ്പൊ ഈ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനൊക്കെ പിന്നെ പ്രവർത്തിക്കുന്നത്. ആ ലോ എർത്ത് ഓർബിറ്റ്, ലിയോ എന്ന് പറയുന്നിടത്ത് നമുക്ക് 25 ടണ്ണോ അല്ലെങ്കിൽ 30 ടണ്ണോ ഒക്കെ ഭാരമുള്ള പിന്നെ ഉപഗ്രഹങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളോ അവിടെ കൊണ്ട് വിക്ഷേപിക്കാൻ ഈ റോക്കറ്റ് എഞ്ചിൻ കൊണ്ട് നമുക്ക് കഴിയും. അപ്പോൾ ഇതിന്റെ ഒരു പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ ISRO പറയുന്നത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സെമി ക്രയോജനിക് എഞ്ചിൻ തന്നെ ആയിരിക്കും. ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിൻ പോലും മറ്റു പല രാജ്യങ്ങളുടെ ക്രയോജനിക് എഞ്ചിനേക്കാൾ എഫിഷ്യൻസി കൂടുതലുള്ളതാണ്. ഈ അടുത്ത കാലത്ത് അതിന്റെ ത്രസ്റ്റ് സാധാരണ എനിക്ക് തോന്നുന്നു പിന്നെ ഉള്ളതിൽ നിന്നും ഒരു നല്ല രീതിയിൽ ആ ത്രസ്റ്റിന്റെ ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടി ISROയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ക്രയോജനിക് ആകട്ടെ സെമി ക്രയോജനിക് ആകട്ടെ, ഈ 2 എഞ്ചിനുകളും പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതാണ്. അതായത് ഈ 1990കളിൽ ഇന്ത്യ ക്രയോജനിക് എഞ്ചിൻ നിർമ്മിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ടെക്നോളജി പുറത്തുനിന്ന് അതിന്റെ ചില അംശങ്ങൾ കിട്ടുമോ, അല്ലെങ്കിൽ ടെക്നോളജി എന്തെങ്കിലും പിന്നെ അതിന്റെ ടെക്നോളജി റഷ്യയുടെ കൈവശം നമുക്ക് ലഭിക്കുമോ, പിന്നെ പണം കൊടുത്ത് വാങ്ങിക്കാമെന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ ഇന്ത്യ 1998ൽ നടത്തിയ ന്യൂക്ലിയർ പരീക്ഷണങ്ങളെ തുടർന്ന് അമേരിക്ക ഇന്ത്യക്ക് മേൽ ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. അങ്ങനെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ കാരണം ഇന്ത്യക്ക്
ടെക്നോളജി നൽകുന്നതിൽ റഷ്യക്ക് വിലക്കുണ്ടായി. അത് കാരണം ആണ് ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിക്കുന്നതും വളരെയധികം വൈകിയത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് 10-15 കൊല്ലം നമ്മൾ ആ മേഖലയിൽ പിറകോട്ട് പോയി. ശരിക്കും ഒരു 2002-2003 കൂടി ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിക്കേണ്ടതായിരുന്നു. അങ്ങനെ വികസിപ്പിച്ചിരുന്നെങ്കിൽ അതിനുശേഷം ഇന്ത്യ സെമി ക്രയോജനിക് എഞ്ചിനും നിർമ്മിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ സെമി ക്രയോജനിക് എഞ്ചിൻ നിർമ്മിച്ച് കഴിയുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് അതിന് കഴിഞ്ഞില്ല. പക്ഷേ എങ്കിലും നമ്മൾ പൂർണ്ണ ടെക്നോളജി തദ്ദേശീയമായി വികസിപ്പിച്ച കാരണം ഇനി ഇത് ലോകോത്തരമെന്ന് മാത്രമല്ല, ഇതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വേണമെങ്കിലും നമുക്ക് വരുത്താം. കാരണം ഇതിൻ്റെ പൂർണ്ണമായിട്ടും ഈ ടെക്നോളജി നമ്മുടെ അധീനത്തിലുള്ളതാണ്. അത് വലിയൊരു നേട്ടമാണ് നമുക്ക്. അപ്പം ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ശരിക്കും ഇന്ത്യയുടെ കൈവശമുള്ള ഈ നമ്മൾ ക്രയോജനിക് ടെക്നോളജി ആകട്ടെ, നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സെമി ക്രയോജനിക് ടെക്നോളജി ആവട്ടെ, അത് ലോകോത്തരമായിരിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഉപഗ്രഹങ്ങൾ നിർമ്മാണത്തിലും അതുപോലെ തന്നെ ഗോളാന്തര മിഷനുകളിലും ഇന്ത്യ മറ്റെല്ലാ രാജ്യങ്ങളിലോട് ഒപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ പല കാര്യത്തിലും ചൈനയേക്കാൾ മുമ്പിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചൊവ്വയുടെ അന്തരീക്ഷത്തിലേക്ക് ഒരു ഉപഗ്രഹം എത്തിക്കുന്നത് ചൈനയേക്കാൾ മുമ്പേ നമ്മൾ എത്തിച്ചു. അതുപോലെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഒരു സോഫ്റ്റ് ലാൻഡിങ് ഇന്ത്യക്ക് വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റി. റഷ്യ അതേസമയം നമ്മളെക്കാൾ മുന്നേ സോഫ്റ്റ് ലാൻഡിങ് നടത്തണമെന്ന് വിചാരിച്ച് പരിശ്രമിച്ചെങ്കിലും റഷ്യയുടെ ലാൻഡർ അവിടെ തകർന്നു വീഴുകയാണ് ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഉപഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഇന്ത്യ നടത്തിയ ഡോക്കിങ്ങും ഡീഡോക്കിങ്ങും അതുപോലെ റോളിംഗ് ഓവർ, ഇതെല്ലാം നമ്മൾ കാണിക്കുന്ന ഉപഗ്രഹ മേഖലയിൽ നമ്മൾ പരിപൂർണമായിട്ട് ലോകോത്തര നിലവാരത്തിൽ എത്തിയിരുന്നു. ഇപ്പോൾ ലോഞ്ച് വെഹിക്കിളിന്റെ കാര്യത്തിലും നമ്മൾ ആ നിലവാരത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും വരുന്ന ആളുകൾ ISROയുടേതായിരിക്കും. കാരണം ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ടെക്നോളജിയാണ്, കാര്യക്ഷമത ഏറിയതും ചെലവ് കുറഞ്ഞതുമായ ഒരു ടെക്നോളജിയാണ്. എന്തായാലും നമുക്ക് പുതിയ ഡെവലപ്മെന്റ്സിന് വേണ്ടി കാത്തിരിക്കാം. നമസ്കാരം. തീർച്ചയായും സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്താണ് ISROയുടെ നാളുകളാണ് വരാനിരിക്കുന്നത് എന്നുള്ളത്. അതിനുള്ള ശുഭസൂചനയാണ് സെമി ക്രയോജനിക് എഞ്ചിന്റെ ഒരു വികസനം എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.